ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടലിൽ 3 മരണം. ഇടുക്കി അടൂർമലയിലും കോലാഹലമേട്ടിലും 2 പേരും, കോട്ടയം പൂഞ്ഞാർ പയ്യാനത്തോട്ടത്തിൽ ഒരാളും മരിച്ചു. അടൂർമല സ്വദേശി സുമതി, കോലാഹലമേട് സ്വദേശി പ്രഭാകരൻ, പയ്യനത്തോട്ടം സ്വദേശി ജോസ്വിൻ എന്നിവരാണ് മരിച്ചത്. ജോസ്വിന്റെ മാതാവ് ഗ്രേസിക്കായി തിരച്ചിൽ തുടരുകയാണ്. ഉപ്പുതറ മത്തായിപ്പാറയിൽ പോലീസ് ജീപ്പിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാർ ഓടി രക്ഷപ്പെട്ടു. കോട്ടയം ഈരാറ്റുപേട്ട ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും നിലവിൽ വീണ്ടും മണ്ണിടിഞ്ഞു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നു. പോലീസ് ജീപ്പിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗ്രേസിക്കായിട്ടുള്ള തിരച്ചിലും തുടരുകയാണ്. ഗ്രേസിയെ കണ്ടെത്തിയിട്ടുണ്ടോ? നിലവിലുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇടുക്കിയിലും കോട്ടയത്തുമാണ് വലിയ ദുരന്തം തന്നെ ഉണ്ടായിട്ടുള്ളതെന്ന് പറയാൻ വേണ്ടി കഴിയും. 3 ജീവനുകളാണ് ഈ ഉരുൾപൊട്ടലിൽ ഇപ്പോൾ പൊലിഞ്ഞിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ നേരത്തെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും 3 മരണങ്ങൾ ഉണ്ടായത് ഇടുക്കിയിൽ 2 പേരും, അതുപോലെ തന്നെ കോട്ടയത്ത് ഒരാളുമാണ് ഇപ്പോൾ മരിച്ചത്. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇടുക്കിയിൽ കുടയത്തൂർ അടൂർ മലയിലാണ് രാവിലെ ഈ ഒരു വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞ് വീണ് സുമതി എന്ന വീട്ടമ്മയെ കാണാതായത്. അവിടെ ഭർത്താവ് രവി, മകൻ എന്നിവർ അവരെ രക്ഷിക്കാൻ സാധിച്ചു. ഈ സുമതി മാത്രം മണ്ണിനടിയിൽ കുടുങ്ങുകയായിരുന്നു. പിന്നീട് സുമതിയുടെ മൃതദേഹം പോലീസ്, ഫയർഫോഴ്സ് അടക്കം നടത്തിയ തെരച്ചിലാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ കോലാഹലമേട്ടിൽ പ്രഭാകരൻ, അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന വീടിന് മുകളിലേക്കും മരം ഇടിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. മണ്ണിടിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. പിന്നീട് ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് പ്രഭാകരന്റെ മൃതദേഹവും കണ്ടെത്താൻ കഴിഞ്ഞത്. അങ്ങനെ ബാക്കി അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇടുക്കിയിൽ പോലീസ് ജീപ്പിന് മുകളിലേക്കും ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാർ ഓടി രക്ഷപ്പെട്ടതിനാലാണ് അപകടം ഒഴിവായത്. കോട്ടയം പയ്യാനിക്കത്തോട്, അത് പൂഞ്ഞാർ തെക്കേക്കരയിലാണ് ഈ പ്രദേശമുള്ളത്. ഈ പ്രദേശത്ത് ഇവരുടെ വീടിരിക്കുന്ന ഭാഗത്ത് ഒരു മലയുടെ മുകളിൽ നിന്ന് സൈഡ് വശത്താണ്. അവിടെ നിന്ന് മണ്ണ് ഈ ഉരുൾ പൊട്ടി വരികയായിരുന്നു. ഈ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ ആ വീട് പൂർണ്ണമായും ചെളിയിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് ഈ പയ്യാനിക്കത്തോട് സ്വദേശി ജോണിയുടെ ഭാര്യയും മകനുമാണ്. മകനായിട്ടുള്ള ജോസ്വിനെ, 24 വയസ്സാണ് ജോസ്വിൻ്റെ മൃതദേഹം തെരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അമ്മ ഗ്രേസിയുടെ മൃതദേഹം ഗ്രേസിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഗ്രേസിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ആ ഭാഗത്തെ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വാഹനം അടക്കം തകരുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ചെളിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ അതിശക്തമായ മഴയാണ് ഈ പ്രദേശത്തൊക്കെ പെയ്ത് വന്നത്. പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ മലയോര മേഖലകളിലേക്ക് വരികയാണെങ്കിൽ അത് ആ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാൻ വേണ്ടി കഴിയുക. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട, അതുപോലെ തന്നെ പാല അടക്കമുള്ള നഗരങ്ങളിൽ വെള്ളം കയറി എന്നുള്ളതാണ് അവിടെ അനുഭവസ്ഥരൊക്കെ പറയുന്നത്. മുൻ വർഷങ്ങളിൽ പോലും 2018 പ്രളയത്തെക്കാളും ഉപരിയായിട്ടാണ് ഈരാറ്റുപേട്ടയിലടക്കം ഇത്തരത്തിൽ വെള്ളം ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മുൻപൊന്നും ഇത്തരത്തിൽ വെള്ളം വന്നിട്ടില്ല. ഏതായാലും അത്തരത്തിൽ നഗരം മുഴുവനായി വെള്ളത്തിലേക്ക് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. പാലാ നഗരവും വെള്ളത്തിൽ തന്നെയാണ്. മീനച്ചിലാർ കവര കവിഞ്ഞതോടുകൂടി പലയിടങ്ങളിൽ 3 നിലവിലടക്കം ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ളതാണ് കാടിനുള്ളിൽ. പക്ഷേ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുണ്ടക്കയത്ത് അവിടെ ഈ കോസ്വേ അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. സാധാരണ നിലയിൽ അവിടെ വെള്ളം, ഈ കോസ്വേയിൽ വെള്ളം കയറുന്നതാണ് മഴ ശക്തമായി കഴിയുമ്പോൾ. അതുപോലെ തന്നെ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. മുണ്ടക്കയും ചപ്പാത്തിലും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇടുക്കിയിൽ കൊക്കയാറിലടക്കം വെള്ളം കയറുന്നൊരു, പല വീടുകളിലും വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ പുല്ലകയാർ കരകവിഞ്ഞ് ഒഴുകുന്നൊരു സാഹചര്യവും കൂടിയുണ്ട്. തൊടുപുഴയിലടക്കം ഈ വെള്ളം കൂടുതലായി കയറിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കോട്ടയത്തും ഇടുക്കിയിലുമാണ് ഈ ദുരിതം ഏറെ വിതച്ചത്. അതിൽ 3 മരണം ഇപ്പോൾ കോട്ടയത്തും ഇടുക്കിയിലുമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്. ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, എന്തായാലും ഇടുക്കിയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും മഴ തുടരുകയാണോ? മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നിലവിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇടുക്കിയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 2ാമത്തെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇടുക്കിയിൽ മഴക്കെടുതിയിൽ 2 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വാഗമണിൽ
വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞെ തുടർന്ന് മണ്ണിടിയിൽ പെട്ട വൈക്കം സ്വദേശി പ്രഭാകരൻ നായർ മരിച്ചു. ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ, നാട്ടുകാരെല്ലാം ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇതിനു മുമ്പ് തൊടുവഴിക്കടുത്ത് കുടിയത്തൂർ അടൂർമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മഷിക്കലിൽ സുമതി മരിച്ചിരുന്നു. വീടിന് മുകളിലേക്ക് മണ്ണും പാറയും പതിച്ചതോടെ വീട് തകർന്നപ്പോൾ ഭർത്താവ് രവിയും മകനും രക്ഷപ്പെട്ടെങ്കിലും സുമതിയെ രക്ഷിക്കാനായില്ല. കനത്ത മഴയെ തുടർന്ന് മുട്ടം, തൊടുപുഴ, കരിങ്കുന്നം, അതോടൊപ്പം തന്നെ ഇലപ്പള്ളി, വാഗമൺ, വണ്ടിപ്പെരിയാർ, അടിമാലി തുടങ്ങിയ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും വ്യാപകമാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൂലമറ്റം, വാഗമൺ റോഡ്, വാഗമൺ ഈരാറ്റുപേട്ട, വാഗമൺ ഉപ്പുതറ, കട്ടപ്പന, വാഴവര റോഡ് എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും പലയിടങ്ങളിലും മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലും ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട്. കേരളം ജില്ലയിൽ റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യത്തിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അനിമ, ശരി, വ്യക്തമാണ്. എന്തായാലും ഇടുക്കി ജില്ലയിലും കനത്ത നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രളയ സമാനമായ സാഹചര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഒരു നഗരം മൊത്തത്തിൽ തന്നെ വെള്ളത്തിൻ്റെ അടിയിലാക്കപ്പെട്ട രീതിയിൽ ഇത്തരത്തിൽ ഒരു പ്രളയ സമാനമായ സാഹചര്യമാണ് പ്രദേശത്തുള്ളത്. എന്തായാലും ഇടുക്കിയിൽ ഇപ്പോൾ ചുവന്ന മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോഴും കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയാണ് ഈ ജില്ലാ ഭരണകൂടം നൽകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.